ഹായ്, റാഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ഇതാ ഒരു ചക്ക ഇട്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ കുത്തി അരിവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമുക്കൊരു ചക്ക ഇട്ടിട്ടുണ്ട്, അതൊന്ന് മുറിച്ചെടുക്കണം. ഈ ചക്ക ഞങ്ങൾക്ക് വീണ് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇതാ വീണതിൻ്റെ കാരണം കണ്ടില്ലേ, ചെറിയൊരു കേടുണ്ട്, അതുകൊണ്ടാണ് വീണത്. അത് കളയാൻ പോയില്ല, നമ്മളത് തോരൻ വെക്കാനായിട്ട് എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ചെത്തി വൃത്തിയാക്കി എടുക്കണം. ചക്കയുടെ മുള്ള് പോലും കളയത്തില്ല, കാരണം അത്ര ഔഷധ ഗുണമുള്ളതാണ്. മുള്ള് വരെ നമ്മൾ ഉണക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഞാൻ മസിൽ പിടിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയാം, കയ്യിലൊക്കെ അരക്കായി. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കയ്യിലരക്കാവാണ്ടിരിക്കാൻ നോക്കണം. ഇത്തിരി വെളിച്ചെണ്ണമയം പുരട്ടിയിട്ട് വേണം നമ്മൾ ഇത് മുറിക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പണി കിട്ടും. അപ്പം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. തന്നെയല്ല, നമുക്ക് ചെറിയൊരു കടയുണ്ട്. അപ്പോൾ കടയിൽ പോകാനായിട്ടുള്ള ധൃതി വെപ്പായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഇതങ്ങ് ചെയ്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. തന്നെയല്ല, ചക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിത്തട്ട വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് വെന്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് അരപ്പിന് ആവശ്യമുള്ള തേങ്ങ ഇവിടെ തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ട്. പച്ചമുളക് നോക്കി, പച്ചമുളക് ഉണ്ട്, പക്ഷേ അതിലും ടേസ്റ്റുള്ള കാന്താരിയാണല്ലോ. അപ്പം മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ കുറച്ച് കാന്താരി പറിച്ചു. ചക്കയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും കാന്താരി ഇട്ട് അരയ്ക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കാന്താരി എടുക്കുന്നത്. ഇതാ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിയാണെങ്കിൽ ഇവർ കൂട്ടത്തില്ല, അപ്പം കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും കാന്താരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു 2 സവോള നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കണം, ആവിയൊക്കെ വരുന്നുണ്ട്. ചക്ക വെന്തിട്ടുണ്ട്, കാരണം 10-20 മിനിറ്റോളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെന്തിട്ടുണ്ട്. അപ്പോൾ കളറിങ്ങനെ ഇരിക്കുന്നതൊന്നും നിങ്ങൾ കൂട്ടാക്കണ്ട, നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ നിറമൊക്കെ അങ്ങ് മാറും. നമ്മൾ നോക്കി ചക്കയായിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 വേവോളം മതിയാവും, അതിൽ കൂടുതൽ വേണ്ട, കാരണം നമ്മൾ ഒന്നുകൂടെ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോഴത്തേക്കിനൊക്കെ ഓക്കെ ആവും. ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി തണുക്കാനായിട്ട് വെക്കാം, എന്നിട്ട് വേണമല്ലോ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ തണുത്തിട്ടുണ്ട്. കുറേശ്ശെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവേ. അപ്പോൾ ഒതുക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ചതച്ചെടുക്കാനായിട്ടുള്ളത്. 2-3 പ്രാവശ്യമായിട്ടാണ് ചതച്ചെടുക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ അങ്ങ് മാറി, ഒന്നി തൊടാതെ കിടക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞെടുത്തതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണം നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാനായിട്ടുള്ളത്. ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കണം. അതൊന്ന് കളറ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കിനൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാനായിട്ട്. കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തോരന് ഒന്നിത്തൊടാതെ കിടക്കും, നമ്മൾ കൊത്തി അരിഞ്ഞതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ചതച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ടാണ് ചതച്ചത്. അപ്പം ഇത് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ആക്കി വെക്കാം.
പിന്നെ ഞാൻ കുറച്ച് പിന്നെ വൻപയർ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ഉപ്പിട്ടാണ് വെന്തത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചക്കയുടെ കൂടെ ഏറ്റവും നല്ലതാണ് വൻപയർ, ചെറുപയറിനേക്കാളും നല്ല വൻപയറാണ്. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അതൊന്ന് തല്ലി പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല തോരനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പം ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നോക്കി, ഇപ്പോൾ ഉപ്പ് ലേശം കുറവാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ്. ഇതാ അപ്പോൾ നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. മീൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ അതിഗംഭീരമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കടയിൽ പോകാനായിട്ട് ധൃതി വെച്ചിരിക്കുകയാണ്. അതിന് മുന്നേ ഞാനിത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇലയിലേക്ക് ഇടുമ്പോഴത്തേക്കിന് ഒരു ഇല വാടിയതിൻ്റെ മണവും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതാ നമുക്കത് നോക്കാം, ആളിലേക്ക് കൊടുത്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കണ്ടില്ലേ, തോരനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാ വാ നോക്കാം. ഇതാ കണ്ടില്ലേ, ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നുമില്ല, കൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല തോരനാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ചക്കയൊക്കെ കിട്ടി, ചെറിയ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കളയണ്ട കേട്ടോ, ഇതുപോലെ നോക്കിയാൽ മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ഓക്കെ, ബൈ.